പെർഫോമൻസിനായി വേദിയിലേക്ക് വരുന്നത് നമ്മളുടെ കണ്ടസ്റ്റന്റ് പ്രശോഭാണ് ഫോക്ക് സോങ്സ് റൗണ്ടിൽ. അങ്ങനെ നമ്മൾ NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാടിന്റെ മുറ്റത്ത് ക്യാമ്പസിലെത്തിയിരിക്കുകയാണ്. വളരെ വിശാലമായ ക്യാമ്പസ് ആണ്. പ്രശോഭ് പഠിക്കുന്ന ഫസ്റ്റ് ഇയറിലെ എഞ്ചിനീയറിംഗ്. ഇവരൊക്കെ പ്രശോഭിന്റെ ക്ലാസ്മേറ്റ്സ്. അപ്പൊ നമുക്ക് ഇവരോടൊക്കെ എങ്ങനെയുണ്ട്, കോളേജിലും ഒരു ഹീറോ ആണോ എന്നൊക്കെ നമുക്കറിയാം. ഹായ്. ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ പ്രശോഭിന്റെ ക്ലാസ്മേറ്റ്സ് ആണ്. പ്രശോഭ് എങ്ങനെ ക്ലാസ്സിലൊക്കെ പാടാറുണ്ടോ? നന്നായി പാടാറുണ്ട്. ഇടയ്ക്ക് സാറുമാര് പഠിപ്പിക്കാറുണ്ട്. നിങ്ങൾ പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ടോ? പ്രോഗ്രാംസ് ഒക്കെ റെഗുലറായി കാണാറുണ്ട്. ഞങ്ങളൊക്കെ പ്രശോഭിന്റെ ഫാൻസ് ആണ്, വോട്ട് ചെയ്യാറുണ്ട്. വളരെ ആകാംക്ഷയോടുകൂടി ഞങ്ങൾ എല്ലാ റൗണ്ടും കാണാറുണ്ട്. ഞങ്ങളുടെ സപ്പോർട്ട് വിലയേറിയ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഇപ്പൊ ISS വന്നതിൽ വളരെയധികം സന്തോഷം. മാത്രമല്ല ISS എന്ന് പറയുന്നത് വളരെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പ്രോഗ്രാമാണ്. ഒരുപാട് പ്രേക്ഷകരെ അട്രാക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. എന്തായാലും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പ്ലേസസ് അവിടെ നിൽക്കുന്നത് അവരെല്ലാം സീനിയേഴ്സും ഫ്രണ്ട്സ് ഒക്കെയാണ്. ഇങ്ങനെ ഒരു സീനിയേഴ്സിനെ കിട്ടാൻ ചാൻസ് വളരെ സന്തോഷമുണ്ട്. ഇനി നമുക്ക് പ്രശോഭിന്റെ ടീച്ചേഴ്സിനെയും ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫിനെയും ഫാക്കൽറ്റീനെയൊക്കെ പരിചയപ്പെടാം. ടീച്ചേഴ്സ് കം സ്റ്റാഫ്സ് ആണ്. പ്രത്യേകിച്ച് എനിക്ക് മുതൽവൻ എന്ന ഫിലിമിലെ ഒരു ഡ്യുവറ്റ് സോങ് പ്രശോഭ് പാടിയിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ പ്രശോഭിലൂടെ ഇപ്പോൾ ഞങ്ങളുടെ NSS എഞ്ചിനീയറിംഗ് കോളേജ് കുറച്ചുകൂടി ലോകത്തിലേക്ക് ഫേമസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോളേജിന് അഭിമാനിക്കാവുന്ന ഒരു താരമാണ് നമുക്കിപ്പോൾ കയറി വന്നിട്ടുള്ളത്. നമുക്കതൊരു മുതൽക്കൂട്ടാണ് പ്രശോഭിന്. അപ്പോൾ അതുകൊണ്ട് പ്രശോഭിനുള്ള എല്ലാ ഇതും നമ്മുടെ ഭാഗത്തു നിന്നും മറ്റു സ്റ്റുഡൻസിനോടും ഞാൻ കഴിയുന്നത്ര എല്ലാവരോടും പറയാറുണ്ട്. കളിവീടുറങ്ങില്ലോ എന്ന് പറഞ്ഞ ഒരു പാട്ടിനെ കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ എൻ്റെ നീസ് അമേരിക്കയിലെ നോർത്ത് കരോലിനയിലുണ്ട്. അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കോളേജിൽ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടോ പ്രശോഭൻ? അത് ഞാൻ നിനക്ക് എങ്ങനെ അറിയാം? അപ്പോൾ അവൾ അവിടെ നിന്ന് കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. പ്രശോഭൻ്റെ ഒരു ഫാനാണ് അവൾ എന്ന് വരെ പറയുകയുണ്ടായി. അപ്പോൾ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും പ്രശോഭിനെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറയാം അല്ലേ?